തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇടുത്തി വീണ അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വിജയുടെ ഒപ്പമുള്ള കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകാരും സുഡാപ്പികളുമൊക്കെ. BJP എതിർക്കാൻ വന്ന പുതിയ അവതാരമാണെന്ന് കരുതി തുടക്കത്തിൽ അവരെല്ലാം കൂടി താലോലിച്ച വിജയ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നിർണായക കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവരുടെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടുകയാണ്. വ്യാഴാഴ്ച നടക്കാനിരുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സോണൽ കൗൺസിൽ യോഗത്തിന് മുന്നോടിയായിട്ടാണ് അമിത്ഷായും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും ചെന്നൈയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം വിജയ് അമിത്ഷായുമായി നടത്തുന്ന ആദ്യ മീറ്റിംഗ് കൂടിയാണ്. പുറത്തു പറയാൻ ഇതൊരു ഭരണപരമായ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണെങ്കിലും അടച്ചിട്ട മുറിയിൽ നടന്ന ഈ കൂടിക്കാഴ്ച തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വലിയൊരു അടിയൊഴുക്കിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അധികാരമേറ്റത് മുതൽ ദ്രാവിഡ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന തീരുമാനങ്ങളാണ് വിജയ് എടുത്തുകൊണ്ടിരിക്കുന്നത്. DMK സർക്കാരിന്റെ കാലത്തെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ റദ്ദാക്കി ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഫണ്ട് ക്ഷേത്ര വികസനത്തിന് മാത്രമായി ഉപയോഗിക്കാൻ ഉത്തരവിട്ടത് ഈ അടുത്താണ്. ഇതിനു പുറമെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ഉൾപ്പെടുത്തിയതും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും സമരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെ വിലക്കിയതുമൊക്കെ ഇടത് ദ്രാവിഡ കോട്ടകളിൽ വലിയ വിള്ളലാണ് വീഴ്ത്തിയത്. വിജയ് BJPയുടെ B ടീമാണെന്ന ഇവരുടെയൊക്കെ സംശയങ്ങൾക്കും പേടിക്കും ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ അമിത്ഷായുമായി നടന്ന ഈ കൂടിക്കാഴ്ച. ദക്ഷിണേന്ത്യയിൽ കൃത്യമായി കരുക്കൾ നീക്കുന്ന രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷായും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്തകനായ വിജയും തമ്മിലുള്ള ഈ പുതിയ സമവാക്യം തമിഴ്നാട്ടിൽ ഒരു വൻ രാഷ്ട്രീയ മാറ്റത്തിനാണ് വഴിയൊരുക്കുന്നത്. സത്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത് കോൺഗ്രസ് ഇടതുപക്ഷ ഇക്കോസിസ്റ്റം തന്നെയാണ്.